എന്റെ പൊന്നമ്മേ, ഈ പരദൂഷണം ഒന്ന് നിർത്ത്. ദേ നിലവിളക്ക് കത്തിച്ച് വെച്ച് 10 ഈശ്വരനാമം ചോദിച്ച് അവിടെ എങ്ങാനും പോയി ഇരിക്കാൻ നോക്ക്. ദൈവനാമം ചൊല്ലാൻ നീ എന്നെ പഠിപ്പിക്കണ്ട. നീയേ നിന്റെ മരുമോള് ദേവതയില്ലേ, അവൾ എവിടെ പോയിരിക്കുകയാണെന്നൊന്ന് അന്വേഷിക്കും. ആരും അന്വേഷിച്ച് പോകണ്ട. അടുത്ത ഒരു പോലീസ് കേസിനുള്ള വകുപ്പായിട്ട് അവരിപ്പോ ഇങ്ങോട്ട് വരും. യോ, പോലീസ് കേസോ? നീ എന്തൊക്കെയാ ശരത്തുമോനെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ എത്ര മനസ്സിലാക്കാൻ ഒന്നുമില്ല മുത്തശ്ശി. പ്രേമേച്ചി എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ദേവികേട്ട തീ വീട് കയറി തല്ലിയെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അവരാകെ നിലതെറ്റി നടക്കുക. മുഴുത്ത ഭ്രാന്ത്. അല്ലെങ്കിൽ അവര് വല്ലോറും പിടിച്ചെന്ന് തല്ലുണ്ടാക്കും. അതും ആ നടേശ സാറിന്റെ മോളെ. ദേവിക തല്ലിയെന്നോ? അയ്യോ, പാർവതിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. എടി, അവള് തല്ലുക മാത്രമല്ല, വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യും. ശരത്തുമോനെ വെട്ടിയ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? എന്നാലും ഈ വീട് കയറിയൊക്കെ തല്ലുകയെന്ന് പറഞ്ഞ ദേവികൻ മോള് തല്ലിയിട്ടുണ്ടെങ്കിലേ അത് അർഹതയുള്ളവർക്ക് തന്നെ ആയിരിക്കും. ഭൂമിയോളം ക്ഷമിക്കാം, അത് കഴിഞ്ഞാലേ ആരായാലും തിരിഞ്ഞു നിൽക്കും. മനോഹരേട്ടാ, ഇങ്ങനെ ദേവിക ചെയ്യുന്ന തോന്നിയാസങ്ങൾക്കെല്ലാം കണ്ണും പൂട്ടി സൈഡ് നിൽക്കരുത്. മനോഹരേട്ടന്റെ ഒറ്റ ബലത്തിൽ അവളി അഹങ്കാരമൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി? കല്ലെറിയാനും കൊത്തിപ്പറിക്കാനും നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് എന്റെ കുഞ്ഞിനെ ഇട്ടുകൊടുത്തിട്ട് കൈയും കെട്ടി നോക്കി ഞാൻ മാറി നിൽക്കണം. മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കണം. അതിനെ എന്റെ അച്ഛൻ ആന ചവിട്ടിക്കൊന്ന പപ്പനാവനല്ല. വല്ലവരും എവിടെയെങ്കിലും ചെന്ന് തല്ലുണ്ടാക്കിയതിന് മരിച്ചുപോയ എന്റെ അച്ഛൻ എന്ത് പിഴച്ചു എന്ന് മോനാടി ദേവിക മോള് വല്ലവരുമായത്? അച്ഛൻ വേണ്ട.